നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചില കീറാമുട്ടി പ്രശ്നങ്ങൾ വരും. എന്ത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ നമ്മൾ കുഴഞ്ഞു പോകുന്ന ചില സന്ദർഭങ്ങൾ, ഏത് തീരുമാനമെടുത്താലും താങ്ങാനാവാത്ത അനന്തരഫലങ്ങൾ, ഇവയാണ് ജീവിതത്തിൻ്റെ ക്രൈസിസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതുപോലൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് സഭ ഇപ്പോൾ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, സഭാ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും സങ്കീർണമായ ഒരവസ്ഥ. ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള എല്ലാ ആദരവോടും സ്നേഹത്തോടും പ്രാർത്ഥനകളോടും കൂടി തന്നെ ചില ആളുകൾ വ്യക്തമായി പറയുന്നു, അവശനായ പാപ്പ രാജിവെച്ചൊഴിയണം. അദ്ദേഹം ദൈവകരുണയാൽ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ, പക്ഷേ മടങ്ങി വന്നാലും പാപ്പയുടെ കടമകൾ നിർവഹിക്കാൻ പര്യാപ്തനായിരിക്കുകയില്ല. അതുകൊണ്ട് രാജിവെച്ചൊഴിയണം എന്നുള്ളതാണ് ഒരു കൂട്ടരുടെ ശക്തമായ അഭിപ്രായം. ബെനഡിക്ട് 16 മാർപ്പാപ്പ അതിന് കൃത്യമായ മാതൃക കാണിച്ചു തന്നിട്ടുണ്ടല്ലോ എന്നും ചിലർ ശഠിക്കുന്നു. എന്നാൽ മറ്റു ചിലരുടെ എതിരഭിപ്രായങ്ങൾ അതിലും ശക്തമാണ്. അവരുടെ വാദഗതികൾ പെട്ടെന്ന് നമുക്ക് ഖണ്ഡിക്കാൻ പറ്റാത്തതുമാണ്. മാർപ്പാപ്പ സഭാഗാത്രത്തിന്റെ അപ്പനാണെന്നും അപ്പൻ മരണം വരെ അപ്പനാണെന്നും അപ്പൻ രാജിവെച്ചൊഴിയുക എന്നൊരു പതിവ്, അത് അങ്ങനെ ചിന്തിക്കുന്നത് പോലും പറയുന്നത് പോലും ശരിയല്ലെന്നും അഭികാമ്യമല്ലെന്നും ഒരു കൂട്ടർ ശക്തമായി വാദിക്കുന്നു. മാർപ്പാപ്പയുടെ രാജി പേപ്പസിയുടെ അന്തസ്സത്തെ തന്നെ ഇളക്കുന്നതാണെന്നും സഭയിൽ അത് ദൈവശാസ്ത്രപരമായ സങ്കീർണതകൾ കൂടി സൃഷ്ടിക്കുന്നുണ്ടെന്നും ഒരു കൂട്ടർ കൃത്യവും വ്യക്തവുമായി വാദിക്കുന്നു. രാജികാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. മാർപ്പാപ്പയുടെ രാജി ബെനഡിക്ട് 16 മാത്രം ഒതുക്കി നിർത്താവുന്ന ഒന്നല്ല. 1965 പോൾ 6 മാർപ്പാപ്പ ഒരു ഹൈപ്പോത്തീസിസ് പോലെ തനിക്ക് അനാരോഗ്യം വരികയും മുന്നോട്ട് തുടരാൻ പറ്റാതിരിക്കുകയും ചെയ്താൽ താൻ രാജിവെക്കുകയേ നിവൃത്തിയുള്ളൂ എന്ന് കർദിനാൾമാരുടെ ഡീൻ ഒരു കത്ത് കൊടുക്കുകയുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അതിനുശേഷം 12-ലധികം വർഷങ്ങൾ മാർപ്പാപ്പയായി ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ അങ്ങനെ ഒരു കത്ത് കർദിനാൾമാരുടെ ഡീൻ അയച്ചു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. മാർപ്പാപ്പ അവശനാണെങ്കിൽ രാജിവെക്കണമെന്ന് പറയുന്നവരുടെ ലോജിക്ക് ഇതാണ്. ജോൺ പോൾ 2 മാർപ്പാപ്പ തീരെ അവശനായിരുന്ന കാലഘട്ടത്തിൽ, അതായത് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ, അദ്ദേഹം ഒരു പേരിന് മാത്രം പാപ്പയായി തുടർന്നുവെന്നും ആ സമയത്ത് മാർപ്പാപ്പയുടെ ഓഫീസിന് മേലെ മറ്റു പലരും കടന്നു കയറിയുമെന്നുമാണ് ഇവരുടെ വിലയിരുത്തൽ. സഭയുടെ മാർഗങ്ങളും മാധ്യമങ്ങളും ഉപയോഗിച്ച് പോലും സെയ്ത്തൈൻ വർഷിപ്പേഴ്സ്, ഫ്രീമേസൺ ഗ്രൂപ്പുകൾ തുടങ്ങിയവർ സ്വാധീനം ചെലുത്തുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് മാർപ്പാപ്പയുടെ സ്ഥാനത്തിന് ഇണങ്ങിയ കടമകൾ നേരിട്ട് മെത്രാന്മാരോടുള്ള കൊളേജിയാലിറ്റിയിൽ ചെയ്യാൻ സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെച്ചൊഴിയുന്നതാണ് ഒരു പേരിന് മാത്രമുള്ള മാർപ്പാപ്പയായി തുടരുന്നതിനേക്കാൾ സഭയ്ക്ക് ഗുണകരം എന്നുള്ളത് ഈ കൂട്ടരുടെ പൊതുവെയുള്ളൊരു വാദമാണ്. മാർപ്പാപ്പ സഭയുടെ അപ്പനാണെന്നും അപ്പൻ രാജിവെച്ചൊഴിയുന്ന പതിവില്ലെന്നുമുള്ള വാദത്തോട് ഈ കൂട്ടർ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പൻ രാജിവെച്ചൊഴിയുന്ന പതിവില്ല, പക്ഷേ അപ്പൻ തൻ്റെ കടമകൾ നിർവഹിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മൂത്ത മകനോട് തൻ്റെ പകരക്കാരനായി കടമകൾ നിർവഹിക്കാൻ പറയുമല്ലോ. അതൊരു പ്രായോഗിക ആവശ്യം കൂടിയാണല്ലോ. അപ്പൻ അപ്പനായി തന്നെ തുടരും, അപ്പൻ്റെ സ്ഥാനം അപ്പോഴും തുടരും. പക്ഷേ പ്രായോഗികമായ കാര്യങ്ങൾ ചെയ്യാൻ അപ്പൻ്റെ സ്ഥാനത്ത് മക്കൾ വരുന്ന ഒരു പതിവുണ്ടല്ലോ. ഇതാണ് അവരുടെ വാദം. ഈ വാദങ്ങളൊന്നും തന്നെ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. അപ്പോഴും ഒരു പ്രശ്നം അവശേഷിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണയിൽ സാധാരണ ജീവിതത്തിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരിച്ചു വന്നാൽ പോപ്പ് എമരിത്തൂസ് ആയിരുന്ന ബെനഡിക്ട് 16 പോലെ അതുപോലെ ശക്തമായ എടുത്ത നിലപാടുകൾ ഉള്ളിലൊതുക്കി മൗനം ഭജിക്കാൻ സാധിക്കുമോ? ചിലപ്പോഴെങ്കിലും താനെടുത്ത ചില പോളിസികൾ തിരുത്തപ്പെടുന്നത് കണ്ടപ്പോഴും സ്വാത്വികമായ മൗനം ഭജിച്ച ബെനഡിക്ട് 16 പോലെ ഒരു ഹെവൻലി സൈലൻസ് സൂക്ഷിക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കഴിയുമോ? ഇതൊക്കെ ചോദ്യങ്ങളാണ്, കാലം തെളിയിക്കേണ്ട ഉത്തരങ്ങളുമാണ്. ഈ സാഹചര്യത്തിൽ വിശ്വാസികൾക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ കഴിയുക? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് സഭയെ നയിക്കട്ടെ. മാർപ്പാപ്പ രാജിവെച്ചാലും രാജിവെച്ചില്ലെങ്കിലും സഭയുടെ അതിനാഥൻ കർത്താവാണ്. കർത്താവ് അതിൻ്റെ മേലെ തൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കാം. ദൈവത്തിന് സ്തുതി.